നമസ്കാരം കൂട്ടുകാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നോമ്പിൽ നമ്മുടെ മലയാളി നാട്ടിൽ പോയിട്ട് നമുക്ക് ചക്കപ്പഴം തന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബീഫും തന്നിരുന്നു. മലപ്പുറം സ്പെഷ്യലാണ് കേട്ടോ. മലപ്പുറം സ്പെഷ്യൽ ബീഫും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നോമ്പുറ സമയമല്ലേ, അപ്പോൾ പ്രത്യേകിച്ച് ഇന്നൊന്നും ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ബീഫ് ഇരിക്കണതാണ്. അപ്പം ഒന്ന് കുറച്ച് പുട്ടും ഉണ്ടാക്കാം, കുറച്ച് ബീഫും ആക്കാമെന്ന് കരുതി. അങ്ങനെ ബീഫൊക്കെ വൈകിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വേണ്ടി ചട്ടി വിളിച്ചപ്പോൾ നോമ്പായിട്ട് 1 മാസം ലീവിന് പോയ പൂച്ചയാണ്. നോമ്പിൻ്റെ തലേന്ന് കണ്ടാണ് പൂച്ച എവിടെ നിന്നോ മണം അടിച്ചിട്ട് പൂച്ചയെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പുട്ടുണ്ടാക്കാൻ കരുതി ആവശ്യത്തിനുള്ള തേങ്ങയും ഒക്കെ ഇട്ട് പുട്ടും മാവും കുഴച്ച് വെച്ചു. ബീഫ് ലോ ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചു. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടാട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന മറ്റേ ചേറ്റപ്പുട്ടിൻ്റെ ആ പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ അകത്താണ് പുട്ടൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂമി കൊടുത്തിട്ട് ബീഫ് അങ്ങനെ സെറ്റാക്കി വെച്ചു. പിന്നെ ബീഫ് ഒന്ന് റോസ്റ്റായ സമയത്ത് റെഡിമെയ്ഡ് ബീഫാണ് കൊണ്ടുവന്നത്, അപ്പോൾ ഒന്ന് ചൂടാക്കാനുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറച്ച് പുട്ടിൻ്റെ പൊടി ഇട്ടിട്ട് ചിരട്ടപ്പുട്ട് ബീഫാക്കി സംഭവം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. നല്ല അടിപൊളിയാറ് നോമ്പുറന്ന് തൊട്ട് മുമ്പാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നല്ല ചൂടോടുള്ള ബീഫ് കിട്ടി. പിന്നെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യം ഉണ്ടായില്ല, കാരണം ഡ്രൈ ബീഫായതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല. ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കിയുണ്ട്. രണ്ടും മിക്സായി കഴിയുമ്പോൾ നല്ല അടിപൊളി ബീഫായിട്ട് കിട്ടി. കറികളുടെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. അപ്പം നോമ്പുറ സമയത്ത് ഇറച്ചിയും പുട്ടും കൂട്ടിയിട്ട് ഒന്നൊന്നര അടി അടിച്ചു. ഫുജിയാറിൽ വന്നാൽ കഴിച്ചിട്ട്